ബേപ്പൂരുകാർക്ക് രണ്ട് വാജ്പേയിയെ അറിയാം. മുതിർന്ന ബി.ജെ.പി. നേതാവ് മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഒരാളെങ്കിൽ മറ്റൊരാൾ ബേപ്പൂർ വാജ്പേയിയാണ്. എ.ബി. വാജ്പേയിയോടുള്ള ആരാധന കണ്ട നാട്ടുകാർ ബേപ്പൂർ വാജ്പേയി എന്ന് വിളിക്കുന്ന ജനാർദ്ദനെ പറ്റി അറിയാം. കോഴിക്കോട് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാജ്പേയി എന്ന പേര് കേട്ടാൽ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്ന പേര് ദേശീയ പ്രസ്ഥാനത്തെ കരുത്തോടെ മുന്നോട്ടേക്ക് നയിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ്. എന്നാൽ ബേപ്പൂരുകാർക്ക് മറ്റൊരു മുഖം കൂടി ഓർമ്മ വരും, ജനാർദ്ദനേട്ടൻ്റെ. ആ ജനാർദ്ദനേട്ടൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ജനാർദ്ദനേട്ടാ, എങ്ങനെയാണ് ഈ പേരിൻ്റെ കൂടെ വാജ്പേയി എന്ന പേര് വന്നത്? വാജ്പേയിൻ്റെ ഒരു ആരാധകനായിട്ട് അപ്പം അതിൻ്റെ പേരിൽ വാജ്പേയി എന്നുള്ള അത് വിളിക്കാൻ തുടങ്ങിയതാണ് ആളുകൾ. രാജൻ എന്ന് പറഞ്ഞ ആൾ ബി.ജെ.പിൻ്റെ സജീവ പ്രവർത്തകനാണ്. ബേപ്പൂർ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ഉള്ള ആളാണ്. മൂപ്പരാണ് ആദ്യമായിട്ട് തന്നെ അടൽ ബിഹാരി വാജ്പേയി എന്ന് വിളിച്ചത്. ആ പേര് പിന്നെ എല്ലാവർക്കും സുപരിചിതമായി. എല്ലാവരും അത് ആ പേര് വിളിച്ച് നേതാക്കന്മാർ വരെ കണ്ടു കഴിഞ്ഞാൽ വിളിക്കും. 3-4 വർഷം മുമ്പൊക്കെ എപ്പോഴും കൊച്ചി മുരുക്കുംപാടം ഭാഗങ്ങളിലൊക്കെ കച്ചവടം കാര്യത്തിനൊക്കെ പോക്കുണ്ട്. ആ സമയത്ത് ഈ ഇഞ്ചൻ കച്ചവടവും മറ്റോ ബോട്ട് കച്ചവടമൊക്കെ ആ സമയത്ത് വരെ അവിടുത്തുകാർ വരെ വാജ്പേയി എന്നാണ് വിളിക്കാം. വാജ്പേയി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അറിയപ്പെടുന്നത് ബേപ്പൂർ വാജ്പേയി ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേഗം അറിയപ്പെടുന്നത്. ആ പരിപാടിക്കും വാജ്പേയിൻ്റെ പോവും. പിന്നെ വാജ്പേയി തോറ്റ സമയത്താണ് എനിക്ക് സങ്കടം വന്നത്. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് വാജ്പേയി തോറ്റ സമയത്ത്. അത് ഗോളിയറിൽ വെച്ച് അന്ന് മാധവരാസിദ്ധ്യനോട് തോറ്റ സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. വാജ്പേയിനെ കാണാൻ പോയ എന്തെങ്കിലും ഒരു ഓർമ്മ ഇപ്പോൾ പങ്കുവെക്കാൻ പറ്റുമോ? ടവറിൽ തൊട്ടടുത്ത് കണ്ട ആളാണ്. അന്ന് വാജ്പേയി തോറ്റിട്ട് വരുന്നതാണ്. മധ്യപ്രദേശ് ഗോളിയറിൽ നിന്ന് തോറ്റിട്ട് അന്ന് ഫസ്റ്റിൽ പരിപാടിയായിട്ട് വരുന്നു. തൊട്ടടുത്തുനിന്ന് ഞാൻ കാല് തൊട്ട് നെറിലൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ദിരാഗാന്ധി വരെ പിന്നെ സമ്മതിച്ചല്ലേ വാജ്പേയിൻ്റെ പ്രസംഗങ്ങൾ. അന്ന് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധത്തിൽ പിന്നെ ദുർഗാദേവിനെ പോലെ എന്നും പറഞ്ഞിട്ടാണ് പാർലമെൻറ്റിൽ വാജ്പേയി പറഞ്ഞത്. അപ്പം കയ്യടിയാ അന്നേരം പാർലമെൻറ്റ് ഹാളിൽ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോടുള്ള ജനാർദ്ദനേട്ടൻ്റെ അടങ്ങാത്ത സ്നേഹം കൊണ്ട ബേപ്പൂരുകാരാണ് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം വാജ്പേയിയുടെ പേരുകൂടി എഴുതി ചേർക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയിയിൽ നിന്ന് ഉൾക്കൊണ്ട ആദർശത്തിൻ്റെ കരുത്തുമായി ബേപ്പൂരിൻ്റെ വാജ്പേയി യാത്ര തുടരുകയാണ്. ക്യാമറാമാൻ അനൂപിനോടൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.